അസ്സലാമലൈക്കും. ഞാൻ ഇന്നിവിടെ നല്ല ചിക്കൻ കുറുമയാണ്, നല്ല അടിപൊളി ചിക്കൻ കുറുമയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതിനായി നമ്മൾ ഒരു 2.5 കിലോ ചിക്കൻ്റെ ഇറച്ചി വാങ്ങിയിട്ടുണ്ട്. ഇത് കഴുകി ചെറുതായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 വലിയ ഉള്ളി, ഒരു ചെറിയ മീഡിയം സൈസ് 2 വലിയ ഉള്ളി, പിന്നെ ഒരു 8-10 പച്ചമുളക്, ഒരു 2 പൊണ വെളുത്തുള്ളി തൊലിച്ചിട്ടുണ്ടാവും ഫുള്ളും, അതേപോലെ 3 വലിയ തക്കാളി, പിന്നെ ഒരു 10-25 ചെറിയ ഉള്ളി, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് 1.5 മുറി തേങ്ങ ചിരവിയത്, അതിൻ്റെ പാലെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ പാലെടുക്കുക. അപ്പോൾ നമ്മുടെ എൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി കറിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു ചട്ടിയൊക്കെ നമ്മൾ വെച്ച്, രാത്രി ആയതുകൊണ്ട് ഞാൻ ഗ്യാസിലാണ് വേവിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് അടുപ്പിൽ ഉണ്ടാക്കണതാണ് ഇഷ്ടം. അപ്പോൾ നമ്മളൊരു ചട്ടിയൊക്കെ വെച്ച് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒരു 100-150 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഈ വലിയ ഉള്ളിയെല്ലാം കട്ട് ചെയ്തത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ചി കഷ്ണം ഞാൻ തൊലിച്ച് വെച്ചിട്ടുണ്ട്, അത് ഞാൻ നേരത്തെ കാണിക്കാൻ മറന്നിരുന്നു. നമ്മൾ ഫ്ലെയിം ഫുള്ളിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇത് പിന്നെ കുറച്ച് വേവായി വെള്ളം പറ്റിയ നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. പച്ചമുളകെല്ലാം കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അത്യാവശ്യം ഉപ്പൊക്കെ വേണ്ടി വരും. ഇത് കുറച്ച് കൂടുതൽ കറിയുണ്ട്, 10 ആളുകൾക്കുള്ള കറിയാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ആ ഉള്ളി നല്ലപോലെ നമുക്കൊന്ന് വാടി കിട്ടാനുണ്ട്. കുറച്ച് സമയം നമ്മളിത് മൂടി വെച്ചിരുന്നു, ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത്. അപ്പോൾ അത് മൂടിയൊക്കെ എടുത്ത് നല്ലപോലെ നമ്മളെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തക്കാളി നല്ലപോലെ വഴറ്റിയെടുക്കണം. നമ്മൾ ആ 3 വലിയ തക്കാളി എടുത്ത് വെച്ചിരുന്നു. നമ്മൾ കറി എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ചേരുവകളെല്ലാം എടുക്കേണ്ടത് കേട്ടോ. ഇതൊരു 5 ഏലക്കായ ഇട്ട വലിയ ഏലക്കായാണ്, നമ്മൾ ഗൾഫിൻ്റെ ഏലക്കായാണ്. ഒരു 6 പീസ് പട്ടയുണ്ട്, ചെറിയ പട്ടയാണ്, വലിയതല്ല. വലുതാവുമ്പോൾ നമ്മൾ എണ്ണം കുറക്കണം. ഒരു 5-8 കാറാമ്പൂവുണ്ട്, ചെറിയ കാറാമ്പൂവാണ് കേട്ടോ. നമ്മുടെ ചേരുവകളൊക്കെ നമുക്ക് സാഹചര്യത്തിനനുസരിച്ച് മാറ്റിയെടുക്കണം. നമ്മളെപ്പോഴും കറി വെക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു കറക്റ്റ് അളവുണ്ടായിരിക്കണം. നമുക്ക് 1 കിലോയ്ക്ക് ഇത്രയും അളവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് 2 കിലോനാണോ 3 കിലോയാണോ വെക്കണത് അതിൻ്റെ ഇരട്ടി എത്രത്തോളമാണ് വെക്കണത് അത്ര ചേരുവകൾ നമ്മൾ ഇട്ടാൽ അത് നമ്മുടെ കറി കറക്റ്റ് അളവായി നമുക്കതിൽ മസാല ചേർന്ന് കിട്ടും കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, അത്യാവശ്യം കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മൾ ഏത് ചേരുവകൾ ഇടുമ്പോഴും നല്ലപോലെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഈ 3 ചേരുവകൾ ഞാൻ നല്ലപോലെ അരച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ കുറവാ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എണ്ണയൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിലേ നമ്മളെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മളെ ചേരുവകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്.
ഇതിലേക്ക് നമ്മൾ മല്ലി നിറച്ച് ഈ ടീസ്പൂണിന് നിറച്ച് 6 ടീസ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഞാനിപ്പോൾ ചെറിയ ടീസ്പൂണാണ് ഞാൻ എൻ്റെ കുപ്പിയിലുള്ളത്, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നിറച്ച് 6 ടീസ്പൂണും ടേബിൾ സ്പൂണും നമ്മൾ മാറാൻ പാടില്ല. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി നിറച്ച് ഈ സ്പൂണിന് നിറച്ചുണ്ട് കേട്ടോ, 2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറുമ മഞ്ഞൾപ്പൊടി ഇടാതെ വെക്കുന്ന കുറുമയുണ്ട്, ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടതാണ് വെക്കുന്നത്. മുളക് പൊടി നിറച്ചൊരു ടീസ്പൂണ്. ഇത് നമ്മൾ കുരുമുളകാണ് കൂടുതൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. വലിയ ജീരകം 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേവാകാൻ നേരത്ത് വീണ്ടും ഞാൻ കുരുമുളക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ചേരുവകളൊക്കെ വെച്ച് നമ്മൾ നല്ല പോലെ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഗരം മസാലപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ ആ എണ്ണയിൽ നല്ല പോലെ വഴറ്റിയിട്ട് നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ല പോലെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് അത് നല്ല സെറ്റായിട്ടുണ്ട്. നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ നമ്മൾ ഈ മസാലയിൽ ഇളക്കി യോജിപ്പിക്കണം. എല്ലാ മസാലയും ഈ ചിക്കനിലൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കണം. ഞാൻ ഫ്ലെയിം സിമ്മിലിട്ട് കൊടുത്തിക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കുറുമയാണ് ഇത് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇതേപോലെ നിങ്ങൾക്ക് കുറച്ച് കറി മതിയെങ്കിൽ ഇതിൻ്റെ ചേരുവകളൊക്കെ കുറച്ച് നിങ്ങൾ ചെയ്തു നോക്കൂ. നല്ല ടേസ്റ്റിയായ നമുക്ക് പൊറാട്ടയിലേക്ക്, ചപ്പാത്തിയിലേക്ക്, വെള്ളപ്പത്തിലേക്ക്, ദോശയിലേക്ക് എല്ലാ കടികളുടെ കൂടെയും നമുക്കിത് കഴിക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഈ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഗ്ലാസ്സിനാണെങ്കിൽ ഒരു 2-2.5-3 ഗ്ലാസ് ഉണ്ടാവും. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇത് വേവായി കിട്ടും. നമുക്ക് 1/2 മണിക്കൂർ കൊണ്ട് ഈ കറി വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചേരുവകളൊക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് 1/2 മണിക്കൂർ കൊണ്ട് ചിക്കൻ കുറുമ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മളെ ചിക്കനൊക്കെ വേവായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാൻ പോകാം കേട്ടോ. മല്ലിച്ചപ്പ് നമ്മൾ കുറച്ചൊക്കെ ഇതിലേക്ക് നമുക്കിത് ഏകദേശം അറിയണം മല്ലിച്ചപ്പ് എത്ര വേണമെന്നില്ല. ഈ മല്ലിച്ചപ്പിട്ട് ഉടനെ തന്നെ നമ്മൾ ഇനി അണ്ടിപ്പരിപ്പ് അരച്ചത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മളെ ചിക്കനൊക്കെ വേവായിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് നമ്മൾ നല്ല നൈസായി അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ നൈസായി അരച്ചെടുത്ത അണ്ടിപ്പരിപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് ജസ്റ്റ് നല്ലപോലെ ഒന്ന് തിളക്കണം, ഒന്ന് അതിൽ വേവായി സെറ്റാവണം. അപ്പോൾ നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ ചിക്കൻ കറിയിൽ അണ്ടിപ്പരിപ്പ് അരച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ചിക്കൻ കൊണ്ട് ഒരുപാട് കറികൾ നമ്മളെല്ലാവരും വേവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ചെറിയ 1.5 മുറി തേങ്ങയാണ് ഞാൻ ചിരവി പാലാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തിൽ അത് അടിച്ചെടുക്കണം കേട്ടോ, കട്ടിയുള്ള പാലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം കയറാൻ പാടില്ല കറി. അപ്പോൾ ആവശ്യത്തിനുള്ളത് ഒഴിച്ച് കൊടുക്കുക. ചിലപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചിട്ടില്ല, അതിൻ്റെ 1/4 ഭാഗം ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നല്ല പോലെ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് തുള്ളി വരണം കേട്ടോ, തിളച്ച് വരണം. എല്ലാ ഭാഗവും ജസ്റ്റ് ഒന്ന് തുള്ളിയാൽ മതി, കുറേ സമയം തിളപ്പിക്കണ്ട. അതോടുകൂടി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം. ഞാനുണ്ടാക്കിയ ചിക്കൻ കുറുമ നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച രീതിയിൽ തന്നെ ശരിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റിയായ ചിക്കൻ കുറുമയാണ്. 2.5 കിലോ ചിക്കൻ്റെ ഇറച്ചിയും അതിലേക്ക് വേണ്ട ചേരുവകളും വെച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. 10 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. ഇത് എല്ലാ കടികളിലെ കൂടെയും നമുക്ക്
കൂട്ടാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരാം. താങ്ക് യു.